Hello friends, എല്ലാവർക്കും 5 minute recipesന്റെ മറ്റൊരു പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും അതേപോലെ തന്നെ തേങ്ങയും ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു യമ്മി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പഴം തൊലി കളയാതെ തന്നെ അതിലോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇത് നമുക്ക് ഒട്ടും നെയ്യില്ലാണ്ട് തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ചൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ തേങ്ങാപ്പണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പഴം വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പഴം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിലൊരു വാഴയില വിരിച്ചതിന് ശേഷം നമുക്കിതിന്റെ തൊലി കളഞ്ഞിട്ട് പഴത്തിന്റെ തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും നല്ല ഈവൺ ആയിട്ട് ഇത് കുക്ക് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി ഞാൻ ഇതൊക്കെ വേറൊരു പാത്രത്തിലോട്ടേക്കൊന്ന് ഉടച്ചിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കൈവച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. നമ്മൾ ചപ്പാത്തിന്റെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കൈവച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതിൽ ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിലോട്ടേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നമുക്ക് ബോൾ എടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ കൈൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ് അതിനുള്ളിലോട്ടേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന ഒരേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള പഴത്തിൻ്റെ ഉള്ളിലുള്ള അല്ലി എടുത്ത് കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈവണായിട്ട് കിട്ടത്തില്ല. ഇതുപോലെയാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പം നമ്മളെല്ലാ ബോളും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ് ഫ്രൈ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്യുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ ബോളും അതിൻ്റെ ഓരോ കുഴിയിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഉന്നക്കായ തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഓവൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല നമ്മൾ ഈ പഴത്തിന്റെ ഉള്ളിലുള്ള അല്ലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വേണം ആ ഒരു പഴം ഉണ്ടാവാനായിട്ട്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അൺഈവൺ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൗണ്ടായിട്ട് ഉണ്ട പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ, ഇനി കുക്കാവാനായിട്ടൊന്നും ഇല്ല, നമ്മൾ ഓൾറെഡി പഴം വേവിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പീൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ് ഉന്നക്കായ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉന്നക്കായൻ്റെ അതേ ടേസ്റ്റാണ്, എന്നാലും പണിയൊട്ട് വളരെ കുറവുമാണ്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.